so fourth question, reverse string. String operation question. അതിലെ problem, write a program to reverse string. So input ആയിട്ട് എടുക്കേണ്ടത് ഏതെങ്കിലും ഒരു വേർഡ്, ഔട്ട്പുട്ട് ആയിട്ട് അതിനെ റിവേഴ്സ് ചെയ്തിട്ട് പ്രിന്റ് ചെയ്യണം. സോ സ്റ്റെപ്സ് എഴുതാം. സ്റ്റെപ്പ് നമ്പർ 1 is input a string. So just ഒരു ഇൻപുട്ട് ഫംഗ്ഷൻ യൂസ് ചെയ്താൽ നമുക്ക് എന്താ അതിൻ്റെ എസ് എന്ന് വെക്കാം. സോ അതിൽ ഇൻപുട്ട് ഫംഗ്ഷൻ യൂസ് ചെയ്താൽ അത് ഡയറക്റ്റ്ലി ഒരു ഇൻപുട്ട് ആയിട്ട് തന്നെയാണ് എടുക്കുക. നമുക്ക് ഇൻറ്റോ അല്ലെങ്കിൽ ലിസ്റ്റൊക്കെ കൺവേർട്ടും ചെയ്യേണ്ട, ജസ്റ്റ് ഇൻപുട്ട് ആയിട്ട് എടുത്താൽ സ്ട്രിങ് ആയിട്ട് തന്നെ വരും. സോ എൻറ്റർ എ സ്ട്രിങ്. ഓക്കെ, ആൻഡ് അതിനെ നമുക്ക് സ്റ്റെപ്പ് 2-ൽ എന്താ റിവേഴ്സ് ചെയ്യണം. അത് പിന്നെ ചെയ്യാം. സ്റ്റെപ്പ് 2. ഓക്കെ, ആൻഡ് സ്റ്റെപ്പ് 3 will be പ്രിന്റ് ചെയ്യാം. പ്രിന്റ് സ്ട്രിങ്, റിവേഴ്സ്ഡ് സ്ട്രിങ്. ഓക്കെ, സോ സ്റ്റെപ്പ് 2 ആണ് ഇതിൻ്റെ ലോജിക് പാർട്ട്. എങ്ങനെയാണ് റിവേഴ്സ് ചെയ്യുക? പൈത്തണിൽ റിവേഴ്സ് ചെയ്യാൻ നല്ല സിമ്പിളാണ്. വിച്ച് ഇസ് ലെറ്റ്സ് സേ എസ് ഇസ് ഈക്വൽ ടു, എസ് വേണ്ട, എ റിവേഴ്സ് ചെയ്ത സംഭവമില്ല. അപ്പോൾ REV ഇസ് ഈക്വൽ ടു എസിനെ നമ്മൾ അറേ ആയിട്ട് ട്രീറ്റ് ചെയ്യുമ്പോൾ ഡബിൾ കോളൻ പിന്നെ -1. ഇതെന്താ ചോദിക്കും? ഈ ഒരു ഓപ്പറേഷൻ എന്താണ്? സ്ലൈസിംഗ് എന്നാണ് ഇതിനെ പറയുക, സ്ലൈസിംഗ്. അപ്പോൾ എങ്ങനെയാണ് ഇത്, എന്താണ് സ്ലൈസിംഗ് ആൻഡ് എങ്ങനെയാണ് സ്ലൈസ് ആവണത്? ഓക്കെ, സോ ഇപ്പോൾ ഒരു സ്ട്രിങ് ഉണ്ട്, ഹലോ. ഓക്കെ, അത് അങ്ങനെ വേണ്ട. അപ്പോൾ ഇത് കമൻറ്റ് ചെയ്യാം, ഇതും കമൻറ്റ് ചെയ്യാം. ആൻഡ് A is equal to hello. Okay, and print to me what this does. A and 0th index തൊട്ട് I guess second index വരും. സോ HE വന്നു. എങ്ങനെ വന്നു? ഓക്കെ, സോ ഇതിൽ ഈ ഒരു സ്ട്രിങ്, ഹെലോ എന്ന സ്ട്രിങ് ഒരു അറേ ആയിട്ട് നമ്മൾ എടുക്കുകയാണ്. അങ്ങനെ അസ്യൂം ചെയ്യുകയാണെങ്കിൽ H is at the 0th position, E is at which position, 1 and so on, അല്ലേ? H0, E1, L2 അങ്ങനെ പോകും. ഇതൊരു അറേ ആയിട്ട്, ഇത് ആക്ച്വലി ഒരു സ്ട്രിങ് ആണ്. ഇതൊരു ലിസ്റ്റ് ആയിട്ട് കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ഇതാവും അതിന്റെ ഇൻഡൈസസ്. സോ പൈത്തണിൽ ഇത് അത്രയ്ക്കും സിമ്പിളാണ്. എപ്പോഴും ഒരു സ്ട്രിങ്ങിനെ നമുക്ക് ഈസി ആയിട്ട് ലിസ്റ്റ് ആയിട്ട് കൺസിഡർ ചെയ്തിട്ട് ആ ഓപ്പറേഷൻസ് ഒക്കെ യൂസ് ചെയ്യാൻ പറ്റും. സോ ഈ 0th എലമെന്റ് ഏതാണ്? H ആണ്. H, പിന്നെ സെക്കൻഡ് എലമെന്റ് 0, 1 and 2. സോ L ആണ് സെക്കൻഡ് ഇൻഡെക്സ്. ഇതിന്റെ സിൻടാക്സ് ഈസി ചെയ്ത് പഠിച്ചു വെച്ചാൽ മതി. ഈ ബ്രാക്കറ്റിന്റെ ഉള്ളിൽ എന്താണ് A, അതിന്റെ ഉള്ളിലത്തെ സിൻടാക്സ് ആദ്യം സ്റ്റാർട്ട് ഇൻഡെക്സ്, പിന്നെ ഉള്ളത് എൻഡ് ഇൻഡെക്സ്, ബട്ട് അതെന്താണ്, നോട്ട് ഇൻക്ലൂഡഡ് ആണ്. പിന്നെ ഒരു ഇതും കൂടി ഉണ്ട്, അതിനെ നമ്മൾ സ്റ്റെപ്പ് എന്ന് പറയും. ആ സ്റ്റെപ്പ് പറഞ്ഞുതരാം. സോ ഇങ്ങനെയാണ് ഇതിന്റെ സിൻടാക്സ്. സോ എന്താ നടക്കുക, ഇവിടെ 0 and 2 പറയുമ്പോൾ സ്റ്റാർട്ട് ഇൻഡെക്സ് 0 വിച്ച് ഇസ് H ആൻഡ് എൻഡ് ഇൻഡെക്സ് ഇസ് 2. സോ അത് ഇൻക്ലൂഡിങ് അല്ല. സോ L ആണ് 2, ബട്ട് HE ആണ് പ്രിന്റ് ആവുള്ളൂ. അത് കാരണം ഇവിടെ HE പ്രിന്റ് ആയത്. ഓക്കെ, സോ ഈ സിൻടാക്സ് ആണ് ഇതിൽ ഇമ്പോർട്ടൻ്റ്. സോ എന്താണ് ഇതിൻ്റെ അർത്ഥം? ഡബിൾ കോളനും പിന്നെ -1. ഡബിൾ കോളൻ മീനിങ് ആക്ച്വലി ഡബിൾ കോളൻ അല്ല, ഇത് ഇവിടെയും വാല്യൂ നമ്മൾ സ്പെസിഫൈ ചെയ്തിട്ടില്ല.
വാല്യൂ സ്പെസിഫൈ ചെയ്തിട്ടില്ല എൻ്റെ അർത്ഥം ഡീഫോൾട്ട് ആയിട്ട് ഇത് വാല്യൂന്റെ ഡീഫോൾട്ട് വാല്യൂയുടെ മുന്നേ അറിയേണ്ട കാര്യം ഈ -1 എന്താണ്. ഇപ്പോൾ ഇൻഡൈസസ് പറയുമ്പോൾ 0 1 2 3 4 ആണല്ലോ. പക്ഷെ -1 എന്താണ്? -1 ഇസ് ബാക്ക് എന്നുള്ള ഓരോരോ എലമെന്റ്. സോ O പറയണത് -1 ആൻഡ് L -2 -3 -4 ആൻഡ് -5 അങ്ങനെ. സോ അതാണ് -1ന്റെ അർത്ഥം ഇവിടെ. സോ ഈ ലാസ്റ്റ് പാരാമീറ്റർ ഈ സിൻടാക്സ് പ്രകാരം ഇസ് സ്റ്റെപ്പാണ്. ആൻഡ് സോ ഇത് സ്റ്റെപ്പാണ്, വിച്ച് മീൻസ് സ്റ്റെപ്പ് മീനിങ് ഈ ബാക്കിന്ന് ഓരോ സ്റ്റെപ്പ് ഒറ്റ സ്റ്റെപ്പ് -1 ആണല്ലോ. സോ ഒറ്റ സ്റ്റെപ്പ് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക, അത്രേ ഉള്ളൂ. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇത് വേണ്ട വെക്ക് പ്രിന്റ് ടു മീ വാട്ട് എസിന്റെ ലെറ്റ്സ് സേ 0 തൊട്ട്. So start index is 0, which is h, and end index 0 1 2 3 3. So HELL ഇരിക്കട്ടെ. സോ 4 ആവണം end index because not including ആണ്. സോ HELL ആവും നമ്മുടെ വേർഡ്. അതിന്റെ സ്റ്റെപ്പ് വേണ്ടത് 1 എടുക്കുകയാണെങ്കിൽ HELL ആയിട്ട് എടുക്കും. പക്ഷെ നമ്മൾക്ക് 2 എടുത്ത് നോക്കാം. അപ്പം എന്താ വരിക നോക്കാം. ഇത് നോക്കുകയാണെങ്കിൽ എച്ചും എല്ലും വന്നു. സോ ഈ സ്കിപ്പായി. അതെങ്ങനെ? ബിക്കോസ് സ്റ്റെപ്പ് നമ്മൾ 2 ആയിട്ട് എടുത്ത്. സോ എച്ച് ഈ സ്കിപ്പ് 2. ഓക്കെ, സോ അതാണ് ഈ സ്റ്റെപ്പിന്റെ അർത്ഥം. ആൻഡ് സ്റ്റാർട്ടും എൻഡ് ഇൻഡെക്സ് നോട്ട് ഇൻക്ലൂഡിങ്ങിന്റെ അർത്ഥം. സോ ഇത് രണ്ടെണ്ണം നമ്മൾ ഇവിടുന്ന് കളയുകയാണ്. സോ ഡീഫോൾട്ട് ആയിട്ട് വരും. അത് ഞാൻ പറഞ്ഞുതരാം. ഇവിടെ -1 കൊടുക്കുകയാണ്. ഇതിന്റെ അർത്ഥം എന്താ വെച്ചാൽ സ്റ്റെപ്പ് -1 ബാക്കിന്ന് ഇങ്ങനെ പോണം. പക്ഷെ ഇവിടെ പൈത്തൺ ഇന്റലിജന്റ് ആണ് ദാറ്റ് ഇവിടെ അത് ഫില്ല് ചെയ്യും. വാല്യൂസ് എന്ത് ഫില്ല് ചെയ്യും? -1ഉം ഫില്ല് ചെയ്യും ആൻഡ് ഇത് -6ഉം ഫില്ല് ചെയ്യും. എന്താണ് ഈ -1 ആൻഡ് -6? ഇപ്പോ ബാക്ക്വേർഡ്സ് തന്നെയാണെങ്കിൽ ഇത് -1, -2, -3, -4, -5. -5ന് ശേഷം -6 എന്തിനാ നമ്മൾ ഇവിടെ ഇടണ വെച്ചാൽ എന്നാലാണ് ഇത് നോട്ട് ഇൻക്ലൂഡിങ് ആണല്ലോ. അത് ആ കാരണവശാൽ ഇവിടെ -6 ഇടുന്നു. സോ -5 വരെ എണ്ണിപ്പോവും. പിന്നെ സ്റ്റെപ്പ് നമ്മൾ -1 ആയിട്ട് ഇടുന്നു. ഇനിയിപ്പോ ഇത് പ്രിന്റ് ചെയ്ത് നോക്കാം. അല്ല, റിവേഴ്സ് ചെയ്ത് കിട്ടി. OLLEH അത്രേ ഉള്ളൂ. സോ ഇതാണ് ഇതിന്റെ ഇമ്പോർട്ടൻറ്റ് പാർട്ട്, ഈ സിൻടാക്സ്. ആൻഡ് എൻഡ് ഇൻഡെക്സ് നോട്ട് ഇൻക്ലൂഡിങ് ആണെന്ന് ഓർത്ത് വെക്കണം. ആൻഡ് സ്റ്റെപ്പിന്റെ അർത്ഥം. ഇപ്പോൾ ഇതൊന്ന് വെറുതെ ഇപ്പോൾ 0 2 4 ഇതൊന്ന് ഓർത്ത് വെച്ചാൽ മതി. ഇത് ചെയ്ത് കഴിഞ്ഞാൽ മനസ്സിലാവും ഇത് എങ്ങനെയാണ് ഇവിടെ സ്ലൈസിങ് വർക്ക് ആവുക. പിന്നെ ആ സംഭവം തന്നെ. അപ്പോൾ സ്റ്റെപ്പ് എൻഡ് ചെയ്ത് കഴിഞ്ഞു. നമുക്ക് ഈ കോഡ് ഓക്കെ. ഇൻപുട്ട് സ്ട്രിങ് നമ്മൾ ഇൻപുട്ട് ചെയ്യണു. അതിനുശേഷം റിവേഴ്സ് ചെയ്യണു, വിച്ച് ഇസ് എവിടെ REV ഈക്വൽ ടു ഇത് രണ്ടെണ്ണം കളയണു. ഡബിൾ കോളന്റെ അർത്ഥം ഡബിൾ കോളൻ അല്ല, അവിടെ വാല്യൂസ് ഇല്ലാന്നേ ഉള്ളൂ. ആൻഡ് ഇത് പോട്ടെ. സ്റ്റെപ്പ് 3 is print the reversed thing. ഓക്കെ, സോ നമ്മൾ റൺ കൊടുക്കണം. എൻ്റർ എ സ്ട്രിങ്. എൻ്റർ എ സ്ട്രിങ് ഇസ് ഹെലോ. ഓക്കെ, എൻ്റർ കൊടുത്തു കഴിഞ്ഞാൽ OLLEH വേറെ ഏതെങ്കിലും ഒരു വാക്ക്, ഹെഡ്ഫോൺ എൻ്റർ കൊടുക്കുമ്പോൾ അത് റിവേഴ്സ് ചെയ്ത് വന്നു. അത്രേ ഉള്ളൂ.